ഇക്ര കെയർ സലാല നൽകുന്ന നൌഷാദ് നാലകത്ത് മാനവിക അവാർഡ് ജീവകാരുണ്യ പ്രവർത്തകനും അബു തഖ്നൂൻ ഗ്രൂപ്പ് MD-യുമായ അബ്ദുൽ ഗഫൂറിന് സമ്മാനിച്ചു. പരിപാടിയിൽ ഡോക്ടർ അനിൽ മുഹമ്മദ് മുഖ്യാതിഥിയായി. ലുബാൻ പാലസ് ഹാളിൽ നടന്ന പരിപാടിയിൽ നായിഫ് അഹമ്മദ് ഷെൻഫരി, ഫൈസൽ അൽ നഹ്ദി എന്നിവർ ചേർന്നാണ് അവാർഡ് സമ്മാനിച്ചത്. പ്രവാസികളുടെ സഹായിയായ അബ്ദുൽ ഗഫൂറിനെ സലാലയിലെ പ്രവാസി സമൂഹം എത്രമാത്രം സ്നേഹിക്കുന്നു എന്നതിൻ്റെ സാക്ഷ്യപത്രം കൂടിയായിരുന്നു അവാർഡ് ദാന ചടങ്ങ്. പുരസ്കാരം ലഭിക്കാൻ മാത്രം സവിശേഷമായ എന്തെങ്കിലും ചെയ്തതായി ഞാൻ കരുതുന്നില്ല. മറ്റേതൊരു വിശ്വാസിയെ പോലെ അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നിരുന്നാലും ഈ പുരസ്കാരത്തിന് തെരഞ്ഞെടുക്കപ്പെട്ടതിൽ സ്വാഭാവികമായ വലിയ അഭിമാനമുണ്ട്. ദോഫർ യൂണിവേഴ്സിറ്റി ഡെപ്യൂട്ടി വൈസ് ചാൻസലർ ഡോക്ടർ സയ്യിദ് ഇഹ്സാൻ ജമീൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മാനവികത എന്ന തലക്കെട്ടിൽ ഡോക്ടർ അനിൽ മുഹമ്മദ് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. അവസാന ജീവിതത്തിന്റെ കണക്ക് പുസ്തകം എടുക്കുമ്പോൾ എന്താണ് ബാക്കിയെന്ന് ചോദിച്ചാൽ ഉമ്മയ്ക്ക് നല്ലൊരു കൂരയായി, ഉപ്പയ്ക്ക് നല്ലൊരു കൂരയായി, സഹോദരന്മാർക്ക് നല്ലൊരു വീടായി, നല്ലൊരു ജീവിതമായി, അവസാനം നമുക്ക് ബാക്കിയാവുന്നത് കുറെ രോഗങ്ങളും അല്ലെങ്കിൽ കടങ്ങളും ഒക്കെ ആണെങ്കിലും അതുകൊണ്ട് ഞാൻ സഞ്ചരിച്ച വഴികളിലെ ചെടികൾ തീർത്തു, പൂക്കൾ തീർത്തു, പൂ പിടിച്ചു എന്ന് ആശ്വസിക്കാൻ കഴിയുന്ന അത്തരത്തിലുള്ള പൊട്ടിയ മുറകളായി മാറാൻ കൂടി മനുഷ്യർ തയ്യാറാവേണ്ടതുണ്ട്. ചടങ്ങിൽ 50-ലധികം തവണ രക്തദാനം നിർവഹിച്ച സുനിൽ നാരായണൻ, സാമൂഹ്യ പ്രവർത്തകൻ ഫിറോസ് കുറ്റ്യാടി എന്നിവരെയും ആദരിച്ചു. ഡോക്ടർ കെ സനാതനൻ, ഡോക്ടർ അബൂബക്കർ സിദ്ദീഖ്, നാസർ പെരിങ്ങത്തൂർ, സിജോയ് പെരാവൂർ, റസൽ മുഹമ്മദ്, സാബുഖാൻ, ഡോക്ടർ നിഷ്താർ എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു. കൺവീനർ ഡോക്ടർ ഷാജിദ് മരുതോറ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ഹുസൈൻ കാച്ചിലോടി, സാലിഹ് തലശ്ശേരി എന്നിവർ സംസാരിച്ചു. നൌഫൽ കായക്കൊടി, സൈഫുദ്ദീൻ, അബ്ദുറഹ്മാൻ, ഷൗക്കത്ത് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. മീഡിയ 1 സലാല.